നമസ്കാരം. ഞാൻ നിങ്ങളൊരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പൈസ കൊടുത്തിട്ട് പണി കിട്ടിയവരുണ്ടോ? സത്യമായിട്ടും അങ്ങനെ ഒരു എട്ടിൻ്റെ പണി കിട്ടിയിട്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. വേറെ ഒന്നുമില്ല, നമ്മളൊരു സുഹൃത്തിന് നമ്മൾ പൈസ കടം കൊടുത്തു. ലാസ്റ്റ് ആ സുഹൃത്ത് എന്നെ കണക്ക് കിട്ടാവുന്ന രീതിയിൽ പറ്റുന്ന രീതിയിൽ നീ മേടിച്ചു എന്ന് പറഞ്ഞത്. ഈ കടം കൊടുത്ത പൈസ നമ്മൾ ആളുടെ സിറ്റുവേഷൻ കണ്ടിട്ടാണ് നമ്മൾ കടം കൊടുത്തത്. പിന്നീട് നമുക്കൊരു വലിയൊരു എന്താ പറയുക, നമ്മളൊരു കടക്കാരനായ പോലെ നമ്മളൊരാവശ്യം നമുക്കൊരു കടം വന്ന് നമ്മൾ അതിന് വേണ്ടി ചോദിക്കുന്ന പോലത്തെ അവസ്ഥ. നമ്മളോട് ഒരാഴ്ച 2 ആഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുത്ത പൈസ നമുക്ക് 1 മാസം 2 മാസം കഴിഞ്ഞിട്ട് കിട്ടാതെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കും. നമ്മളൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അങ്ങനെ ചോദിച്ച് അപ്പോൾ നമുക്ക് കിട്ടിയ മറുപടി 2 ദിവസം കഴിഞ്ഞ് തരാം, 3 ദിവസം കഴിഞ്ഞ് തരാമെന്നൊക്കെ ആദ്യം നമ്മളോട് പറഞ്ഞ്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അത് 2-3 ദിവസമൊന്നും കഴിഞ്ഞാൽ കിട്ടാവുന്ന ചാൻസ് ഇല്ലാന്നുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ നഷ്ടപ്പെട്ട ഒരു സുഹൃത്ത് ബന്ധവും നമ്മുടെ കുറച്ച് പൈസയുണ്ട്. എന്തെങ്കിലും തിരിച്ചു തരുമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നീടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ആൾക്കാരെ നമ്മൾ ശരിക്കും പറഞ്ഞ ആളെ നമ്മൾ അത്രയും പ്രതീക്ഷിക്കുന്നില്ല. എത്ര പൈസ നമുക്ക് തരാതിരുന്ന് പോയി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് വിഷമമുണ്ട്. പക്ഷേ എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ എത്ര വലിയ സുഹൃത്ത് ബന്ധങ്ങളാണെങ്കിലും പണം കൊടുത്ത് സഹായിക്കുമ്പോൾ അതൊരു ബാധ്യതയായിട്ട് മാറും. ലാസ്റ്റ് നിങ്ങൾ തമ്മിൽ തല്ലി പിരിയാനുള്ള ചാൻസും കൂടുതലാവും. കഴിവിൻ്റെ പരമാവധി നിങ്ങളെ ശരീരം കൊണ്ട് ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. പണപരമായിട്ടുള്ള സഹായങ്ങൾ അതങ്ങോട്ട് ഒഴിവാക്കുക എന്നാണ് എനിക്ക് നല്ലതെന്ന് തോന്നുന്നു. കാരണം ശരീരപരമായിട്ടുള്ള കഴിവുകൾ സഹായം ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മളൊരു ദിവസം പണിയെടുത്ത് എന്നാണ്ട് വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു ദിവസം നമ്മളൊന്ന് ഫ്രീ ആയിട്ടൊരു പണി ഒരാൾക്ക് ചെയ്തു കൊടുത്ത് സഹായം ചെയ്തു കൊടുത്ത് പോട്ടെ എന്നൊക്കെ. പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത്രയും അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ മറ്റൊരാളുടെ കയ്യിൽ, നമ്മളെ സുഹൃത്തിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് നമുക്ക് 2 നഷ്ടങ്ങളാണ്. ഒന്ന് നമ്മളെ പണവും പോവും, 2 നമ്മളെ സുഹൃത്ത് ബന്ധവും നഷ്ടപ്പെടും. അപ്പം എല്ലാവരും പൈസ കടം കൊടുക്കുമ്പോൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ഇത് ആവശ്യമുള്ളതാണോ അല്ലയോ എന്നും കൂടി ആലോചിക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളെ സുഹൃത്ത് ബന്ധം കൂടി കട്ടപ്പുകയാവും. അപ്പം അതിന് നിൽക്കണ്ട. അപ്പം എല്ലാവരോടും ഈ ഒരു അഡ്വൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കാരണം വെച്ചാൽ സുഹൃത്ത് ബന്ധം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരോഗ്യം കൊണ്ട് നന്നായിട്ട് മസിലൊക്കെ പിടിച്ച് ആരോഗ്യം കൊണ്ട് സഹായിച്ചു കൊടുക്കുക. പണം കൊണ്ട് സഹായിക്കുമ്പോൾ തിരിച്ച് തരാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പൊക്കെ പറയുന്ന അത്യാവശ്യം നല്ല ഗഡ്സൊക്കെ ഉള്ള സുഹൃത്തുക്കളാണെങ്കിൽ അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ പണവും പോവും, സുഹൃത്ത് ബന്ധവും പോവും. ഓക്കെ, അപ്പോൾ ഈ ഒരു അഡ്വൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ നമ്മളെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അഡ്വൈസ് ഇട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.